പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം. നല്ല പ്രഭാതത്തിനായി കർത്താവിനെ സ്തുതിക്കാം. ഒരു പ്രഭാതം കൂടി കാണുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകിയ നല്ല സാവകാശത്തിനായി കർത്താവിന് നന്ദി പറയാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. കൊടുങ്കാറ്റും തിരമാലയും പടകിലേറി അടിച്ചിടുമ്പോൾ, കൊടുങ്കാറ്റും തിരമാലയും പടകിലേറി അടിച്ചിടുമ്പോൾ, ക്രൂശിൽ നോക്കി യാത്ര ചെയ്യും ശാശ്വത വീട്ടിൽ എത്തുവോളം, ക്രൂശിൽ നോക്കി യാത്ര ചെയ്യും ശാശ്വത വീട്ടിൽ എത്തുവോളം, ശാന്ത തുറമുഖം അടുത്തു എൻ്റെ കാന്തനോടേറ്റം അടുത്തു, അധികമില്ല യാത്ര, അധികമില്ല വീണ്ടും നല്ലൊരു പ്രഭാതത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കുവാൻ ദൈവാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത വലിയ ഭാഗ്യ പദവികൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ അഭിഷിക്തന്മാർക്കും അഭിഷിക്തമാർക്കും വീണ്ടും വരുന്ന യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. അല്പനിമിഷം ധ്യാനിപ്പാൻ അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: കഷ്ടം അനുഭവിപ്പാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ 1-ാമത്തെ വാക്യം മുതൽ ചിന്തിക്കുമ്പോൾ പറയുന്നത്, തീമോഥെയോസിനെ അയച്ച് അവരോട് വസ്തുത അറിയിക്കുകയാൽ അവർക്ക് ആശ്വാസം വന്നു എന്ന് നമുക്കവിടെ കാണാൻ കഴിയുന്നു. ആമേൻ. എന്നാൽ ഇന്ന് പകൽക്കാലം ഈ പ്രഭാതത്തിൽ എല്ലാവരും ചിന്തിക്കുന്നൊരു ഭാഗമാണ്, പ്രൈസ് ദി ലോർഡ്, കർത്താവേ, ഇന്ന് പകലിൽ ഒരു കഷ്ടതയുമില്ലാതെ, ഒരു ഞെരുക്കവുമില്ലാതെ, ഒരു രോഗവുമില്ലാതെ ഞങ്ങളെ സൂക്ഷിക്കണമേ എന്നൊക്കെ ഞാനടക്കം പ്രാർത്ഥിക്കുന്നവരാണ്. അപ്പോൾ തന്നെ ആമേൻ, ഈ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ഇവിടെ കാണുന്നത് ഇങ്ങനെയാണ്: കഷ്ടം അനുഭവിപ്പാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു. ചിലരെ ആമേൻ ദൈവം അതിനു വേണ്ടി നിയമിച്ചിരിക്കുക, കഷ്ടം അനുഭവിപ്പാൻ. സ്തോത്രം. എല്ലാവരെയും ഇല്ല കേട്ടോ, എല്ലാവരെയും വിളിച്ചിട്ടില്ല അതിനു വേണ്ടി. അതാ വചനം പറഞ്ഞ് തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം, എന്നാൽ വിളിക്കപ്പെട്ടവരോ അനേകർ. അതിനകത്തുനിന്ന് ഒരു തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുത്തവരാണ് കഷ്ടമനുഭവിപ്പാൻ. അവർക്കാണ് കിരീടം. കഷ്ടതയുണ്ടെങ്കിൽ കിരീടമുണ്ട്. എന്നാൽ ഇന്ന് കഷ്ടം വേണ്ട, എപ്പോഴും സന്തോഷം, എപ്പോഴും സമാധാനം ദൈവം തരും, ഉറപ്പാണ്. ഈ വചനം ഇങ്ങനെ എടുക്കുമ്പോൾ ഈ പ്രഭാതത്തിൽ 4-ാമത്തെ വാക്യം പറയുന്നത്, നാം കഷ്ടം അനുഭവിക്കേണ്ടി വരും, ആമേൻ, എന്ന് ഞങ്ങൾ നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. അവണ്ണം തന്നെ സംഭവിച്ചു എന്ന് നിങ്ങൾ
അറിഞ്ഞിരിക്കുന്നു. നിങ്ങൾ അറിയുന്നു. പലപ്പോഴും നിങ്ങൾ അറിഞ്ഞിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അറിയുന്നോ? ഇല്ല. പക്ഷേ പൗലോസ് നേരത്തെ പറഞ്ഞു, ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ തന്നെ ഞങ്ങൾ മുൻപേ പറഞ്ഞിരുന്നു, കഷ്ടം അനുഭവിക്കേണ്ടി വരും, നിങ്ങൾ അനുഭവിച്ചേ പറ്റൂ. ആമേൻ. കഷ്ടതയൊക്കെ ഉണ്ടാകും, പ്രൈസ് ദി ലോർഡ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ 6-ാം വാക്യം പറയും, തീമത്യോസിനോട് പറഞ്ഞ വാക്യോ, ഇപ്പോഴോ തീമത്യോസ് നിങ്ങളോട് അടുക്കൽ നിന്ന് വന്നു, നിങ്ങളുടെ വിശ്വാസത്തെയും സ്നേഹത്തെയും പറ്റിയും ഞങ്ങൾ നിങ്ങളെ കാണുവാൻ വിചാരിക്കുന്നത് പോലെ നിങ്ങൾ ഞങ്ങളെയും കാണുവാൻ വിചാരിച്ചുകൊണ്ട് ഞങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എപ്പോഴും നല്ല ഓർമ്മയുണ്ട് എന്നും ഞങ്ങൾ എന്ത് ചെയ്യുന്നു? അറിഞ്ഞിരിക്കുന്നു. സ്തോത്രം. അപ്പം അങ്ങനെയാണെങ്കിൽ പലപ്പോഴും പൗലൂസിൻ്റെ ജീവിതത്തിനകത്ത് വന്ന വേദന എന്ന് പറഞ്ഞാൽ ഭയങ്കരമാകട്ടോ. എന്ന ഒരു കാര്യമുണ്ട്, യേശു കർത്താവിന് ക്രിസ്തുവിന് വിരോധമായി നിന്ന ഒരു വ്യക്തിയാണ് ശൗല്. ആ ശൗലിൻ്റെ മേലാണ് ദൈവം പുതിയ ശക്തി അയച്ച് അവനെ പൗലൂസാക്കി, ജാതികളുടെ അപ്പോസ്തലനാക്കി ദൈവം അവനെ നിയമിച്ചു. അന്ന് മുതൽ 4-ാം വാക്യം പറഞ്ഞിങ്ങനെ, നാം കഷ്ടം അനുഭവിക്കേണ്ടി വരും. കണ്ടോ, അതുവരെ പൗലൂസിനൊരു കഷ്ടമില്ലായിരുന്നു. ഉണ്ടായിരുന്നോ? ഒരു കഷ്ടമില്ല, രോഗമില്ല. കാരണം പുള്ളിയെ ചികിത്സിക്കാൻ പല രോഗത്തിനും വൈദ്യന്മാർ വീട്ടിൽ തന്നെ ഉണ്ട്. ഒന്നിനും കുറവില്ലാത്തവൻ, സമ്പത്തിന് സമ്പത്ത്, വിദ്യാഭ്യാസത്തിന് വിദ്യാഭ്യാസം, അധികാരത്തിന് അധികാരം, സകലത്തിൻ്റെ മേലും താണ്ഡവമാടിയവൻ, ഒന്നിനും കുറവില്ലാത്ത, എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കും. അങ്ങനെ ആണ് ശൗലിനെ പിടിച്ചത്. അല്ലാതെ ദാരിദ്ര്യത്തിൽ വന്നതൊന്നും അല്ല. നിങ്ങൾ പുസ്തകം പഠിച്ചു നോക്കൂ, ഇതിനകത്ത് കഷ്ടതയിൽ കൂടെ വന്ന ആരുമില്ല. എല്ലാവരും നല്ല ജോലിക്കാരായിരുന്നു, ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്നവരാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. സ്തോത്രം. എന്നാൽ വേദപുസ്തകത്തിനകത്ത് ഒന്നുമില്ല നാഥ എന്ന് പറഞ്ഞ് ഒരാളിനെ മാത്രമാണ് എല്ലാം നിറച്ച് പുറത്തെടുത്തത്. നമുക്ക് എല്ലാവർക്കും അറിയാം. ആ വ്യക്തിയുടെ പേരാണ് അപ്പോസ്തലനായ പത്രോസ്. എന്നാൽ നോക്കൂ, ഇതിനകത്ത് കഷ്ടതയുണ്ട് കേട്ടോ, വേദനയുണ്ട്. എന്നാൽ പൗലൂസ് പിന്നെ ഉറപ്പിച്ചു പറയുന്നു, 12-ാം വാക്യത്തിൽ പറഞ്ഞു, എന്നാൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം ആമേൻ വർദ്ധിക്കുന്നത് പോലെ കർത്താവ് നിങ്ങൾക്ക് തമ്മിലും എല്ലാവരോടുമുള്ള സ്നേഹം വർദ്ധിപ്പിച്ച് കവിയുമാറാകട്ടെ. കവിയുമാറാക്കി. അപ്പോൾ ഒരു കവിഞ്ഞൊഴുക്ക് ദൈവസന്നിധിയിൽ കർത്താവ് നമുക്ക് തരുന്ന ചില സമയങ്ങൾ. ആമേൻ. പൗലൂസിൻ്റെ ജീവിതത്തിൽ ദൈവം കൊടുത്തിരിക്കുന്ന നിരവധി കഷ്ടങ്ങൾ, തൻ്റെ കൂടെ നിൽക്കുന്നവർ, തൻ്റെ കൂടെ തന്നെ സ്നേഹിച്ചവർ, തൻ്റെ വീട്ടിലുള്ളവർ, തൻ്റെ സഹോദരന്മാർ, തൻ്റെ സ്നേഹിതർ, തൻ്റെ അപ്പനും അമ്മ, എല്ലാവരും തന്നെ മാറ്റി നിർത്തി, തന്നെ ഒറ്റപ്പെടുത്തി, എല്ലാ മേഖലയിലും തന്നെ മാറ്റി നിർത്തിയപ്പോഴും കർത്താവ് പറഞ്ഞൊരു കാര്യം ഇതാണ്. ആമേൻ. സ്തോത്രം. അതാണ്, തയ്യാറായിക്കോ, കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം.
പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായി സ്തോത്രം. ദൈവം അനുഗ്രഹിക്കണം, കൃപയിൽ പൊതിയണമേ, അത്ഭുതം ചെയ്യണമേ കർത്താവേ. രോഗികളെ സൗഖ്യമാക്കണം, പിന്മാറ്റക്കാരെ യഥാസ്ഥാനപ്പെടുത്തണം, മദ്യപാനികളെ മാനസാന്തരപ്പെടുത്തണം. കർത്താവ് ഒരു വലിയ പ്രവൃത്തി ഇന്ന് പൽക്കാലം അയക്കണമേ. കർത്താവ് നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അത് ഇന്ന് പൽക്കാലം നിവർത്തിക്കുന്ന ദിവസങ്ങളായി തീരട്ടെ. ചിലത് നിവർത്തിക്കട്ടെ കർത്താവേ, ചില അത്ഭുതം ചെയ്യണം. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.